ആ 6-ാമത്തെ ആഴ്ച ഈ പിതാവ് നമ്മുടെ മധ്യത്തിൽ സാക്ഷ്യം പറയുമ്പോൾ അന്ന് ദൈവാത്മാവ് ഈ പിതാവിനോട്, വിനുബ്രദറിനോട് ഒരു ദൂത് പറഞ്ഞു. മസ്കറ്റുമായി ബന്ധപ്പെട്ട്, നീ കണ്ണുനീരോടെ വന്ന മസ്കറ്റ് എന്ന് പറഞ്ഞ രാജ്യവുമായി ബന്ധപ്പെട്ട് ദൈവം നിന്നെ മടക്കി അയക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഏറ്റവും വലിയൊരു അനുഭവ സാക്ഷ്യമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ കൂടായിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശാലിനി സിസ്റ്റർ, അശ്വതി, വിനുബ്രദർ. ഇവർ കഴിഞ്ഞ 2025 7-ാം മാസത്തിൽ നമ്മുടെ ആലയത്തിൽ വരുന്ന സമയത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, സഭയുടെ മുമ്പിൽ തുറന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹിക്ക ടെസ്റ്റിമണി ആയിരുന്നു. 9 വർഷമായി നടക്കാൻ കഴിയാത്ത ഒരു മകളുമായി ഈ അപ്പനമ്മമാർ ഈ ആലയത്തിൽ കടന്നു വരികയും വരുന്ന നിമിഷം ഈ അപ്പനമ്മമാർ ഈ കുഞ്ഞിനെ രണ്ടുപേര് പിടിച്ചുകൊണ്ടായിരുന്നു ഇവിടെ വരുന്നത്. ഇവളുടെ അനുഭവ സാക്ഷ്യങ്ങൾ, യേശു സൗഖ്യമാക്കിയ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മുന്നിലത്തെ വീഡിയോകൾ ശ്രദ്ധിച്ച ഈ മകളുടെ സാക്ഷ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് തന്നെ ഒരു ചുരുക്ക വാചകത്തിൽ ഇവർക്കുണ്ടായ ഇൻസിഡൻസ് ഞാൻ പറയാം. ഇന്ന് പിതാവും മാതാവ് മകൾ നിൽക്കുന്നത് വീണ്ടും ഒരു സാക്ഷ്യത്തിൽ യേശു അവരുടെ ജീവിതത്തിനകത്ത് ചെയ്ത വലിയൊരു സാക്ഷ്യമായിട്ടാണ്. ഈ മാതാപിതാക്കൾ പറയുന്നത് ഇവളുടെ 8-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് മറിഞ്ഞു വീണിരുന്നു. വീണ സമയത്ത് തലയ്ക്ക് ഒരു ക്ഷതമുണ്ടായി. ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. സംസാരിക്കുന്നതിനകത്ത് വ്യക്തതയില്ലാതായി. ബുദ്ധിമുട്ട് ഇങ്ങനെ ശരീരം തലകറങ്ങി വീഴും. പിന്നെ വായി നിരയും പതയും വന്ന് ഒരു സൈഡ് തളർന്നണക്കായി കൂടി ഇങ്ങനെ വെള്ളം ഒലിക്കും. അപ്പം പറയുന്നത് കുഞ്ഞിന്റെ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് തന്റെ വായിൽ നിന്ന് നുരയും പതയും വരുമായിരുന്നു. ഒരു സൈഡ് കോടിപ്പോയി, ഒരു സൈഡ് കുഞ്ഞിന് നടക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ഒത്തിരി പ്രയാസത്തോടായിരുന്നു ഇവരായിരിക്കുന്നത്. ഇവര് ആദ്യം ട്രിവാൻഡ്രം SIT കാണിച്ചു. പിന്നെ അവിടുന്ന് സമയം പ്രായം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മെഡിക്കലിലോട്ടാക്കി, കോളേജിലോട്ട് മാറ്റി. മെഡിക്കൽ കോളേജ് ചികിത്സ 5 വർഷം. ഈ അപ്പനമ്മമാര് പറയുന്നത് SIT നേരെ 5 വർഷം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവിടെ നിന്ന് അവസാനം അവിടെ ഇല്ലെന്ന് പറയും. ഇതിന് ചികിത്സ അവിടെ ഇല്ല, നിങ്ങൾ ചിത്രയിൽ പോകാൻ പറഞ്ഞു. ഓപ്പറേഷനായിട്ട് നിങ്ങൾ ചിത്രയിൽ. ഈ അപ്പനമ്മമാര് പറയുന്നത് SIT ഈ കുഞ്ഞിനെ ചികിത്സിച്ചു. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക്, പ്രായത്തിന്റെ വ്യത്യാസം കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. 5 വർഷം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചു. എന്നിട്ടും ഈ കുഞ്ഞിന് ഈ രോഗത്തെ കണ്ടെത്തുവാനോ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കുവാനോ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. അവിടെ നിന്ന് അവർ ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടുത്തെ ട്രീറ്റ്മെന്റിലും കുഞ്ഞിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏകദേശം 9 വർഷത്തോളം ഇവൾ ഏകദേശം 23 ടാബ്ലറ്റുകൾ കഴിക്കുമായിരുന്നു. ഈ അപ്പനമ്മമാര് പറയുന്നത് കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി വൈദ്യശാസ്ത്രത്തെ അവർക്ക് സഹായം തേടി. എന്നാൽ വൈദ്യശാസ്ത്രം അതിന് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കുവാൻ മെഡിക്കൽ സയൻസിന് കഴിഞ്ഞില്ല. എന്നാൽ ലോകപരമായി ഇവരായിരിക്കുന്ന ആരാധനാ പശ്ചാത്തലങ്ങളിൽ ഒരുപാട് ആരാധന ഇടങ്ങളിൽ വഴിപാടുകളൊക്കെ ക്രമീകരിച്ചെങ്കിലും ഈ കുഞ്ഞിന് മാറ്റമുണ്ടായില്ല. ദൈനംദിനം ഇവൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാതെ വന്നു. ഈ അപ്പനമ്മമാര് പറയുന്നത് ഈ കുഞ്ഞിന്റെ പ്രാഥമിക കർമ്മങ്ങൾ പോലും ഈ അപ്പനമ്മമാരായിരുന്നു ചെയ്യുന്നത്. ഇവർക്ക് നടക്കാൻ കഴിയത്തില്ല. ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സ കഴിഞ്ഞു വരുമ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞ് വീണു പോകായിരുന്നു. അവിടുന്ന് ഓട്ടോ സഹോദരന്മാരായിരുന്നു ഇവരുടെ വീടുകളിൽ എത്തിക്കുന്നത്. പലർക്കും ഈ അപ്പനമ്മമാരോട് സഹതാപം തോന്നി. സമ്പത്ത് ശൂന്യമായി. ഈ കുടുംബം പറയുന്ന ഒരു പശ്ചാത്തലം ഇങ്ങനെ, ഇവർ മരിക്കുവാൻ എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ശാരീരിക രോഗത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ സമ്പത്തില്ല. അങ്ങനെ വന്നപ്പോ ഈ അപ്പനമ്മമാർ പറഞ്ഞു മരിക്കാനായി ഇവർ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആലയത്തിലുള്ള ഒരു സഹോദരി ഇവരുടെ അടുത്ത് യേശുവിനെ പറ്റി പറയുകയും നമ്മുടെ ചർച്ചിനെ പറ്റി പറഞ്ഞ് ആ ക്രമീകരണത്തിൽ ഈ ആലയത്തിൽ വരികയും ചെയ്തു. അവിടുന്ന് ഒരു 3-4 പേര് ഇവിടെ വന്ന് അവരെക്കുള്ള അസുഖങ്ങളെല്ലാം മാറി അങ്ങനെ വന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞാണ് നിഷ വിളിച്ച് നമ്മൾ ഇവിടെ വരുന്നത്. ഓക്കെ. ഈ പിതാവ് പറയുന്നത് നമ്മുടെ ചർച്ചിൽ നടക്കുന്ന രോഗശാന്തി വിടുതലുകൾ ഈ പ്രിയ കുടുംബത്തോട് പറയുകയും ആ അറിവുമായിട്ട് ഇവരിവിടെ വരികയും എന്നോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? മുന്നമേ സംസാരിക്കുക എന്തെങ്കിലും? മീറ്റിങ്ങിന് ഇടയിൽ ഈ മകളെ മുന്നോട്ട് വിളിക്കുകയും ഈ അപ്പനമാര് ഇടതും വലതും താങ്ങി ഇവിടെ കൊണ്ടുവരികയും കുഞ്ഞിന് പറ്റിയ ഇൻഷുറൻസിനെ യേശു പറയുകയും പറഞ്ഞ കൊച്ചിന് ഒട്ടും വയ്യാത്തതുകൊണ്ട് പ്ലാസ്റ്റർ പറഞ്ഞ് 7 ആഴ്ച കൊണ്ട് ഇവിടെ അസുഖങ്ങൾ മാറും എന്ന് ഇവിടെ പ്ലാസ്റ്റർ പറഞ്ഞു. 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്ക് ഇവർക്ക് നോർമലായി. പിന്നെ നമ്മൾ താങ്ങേണ്ട കാര്യമല്ല. മറ്റേ നമ്മൾ രണ്ടുപേരും കൂടെ ഇടവും വല്ലതും പിടിച്ചാണ്. ഇവിടെ ആലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇവള് നമ്മുടെ മധ്യത്തിൽ നടന്നു. ഇതിനു മുമ്പ് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. നടന്നാൽ തന്നെ ഇവള് വീണു. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നടത്തും. വർഷങ്ങൾക്ക് ശേഷം അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ നടക്കുന്നത് കണ്ടത്. ക്ലാസ് പറഞ്ഞതിന് ശേഷമാണ് 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിൽ ഇവിടെ നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ തനിയെ തന്നെ നടന്ന് കയറി ഇറങ്ങി ചെയ്യും. 7-ാമത്തെ ആഴ്ച പറഞ്ഞു. ഈ അപ്പനമ്മമാര് പറയുന്നത് ഇവിടെ ആരാധന മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുകയും ഈ മകളോട് ദൈവാലോചന പറയുകയും
ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഈ കുഞ്ഞ് ഈ ആലയത്തിൽ ഓടി നടക്കുകയൊക്കെ ചെയ്തു. 7 ആഴ്ചക്കകത്ത് ഇവള് പൂർണ്ണമായും റിക്കവർ ആകുമെന്ന് ദൈവാത്മാവ് ആലോചന പറഞ്ഞു. 3-ാമത്തെ ആഴ്ച തന്നെ ആരുടെയും സഹായം കൂടാതെ ഇവൾ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ഇവളുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്താൻ പൂർണ്ണമായി 3-ാമത്തെ ആഴ്ച വിടുതലുണ്ടായി. ഇന്നിപ്പോൾ ഈ അപ്പനമ്മമാര് മരിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ഇത് പറയുമ്പോ അവർ ഇമോഷണലോടെ, കാരണം യേശുവിനെ അറിഞ്ഞതിന് ശേഷം എന്താ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്? മേടിക്കാൻ പോലുള്ള നിവൃത്തിയില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ട് ഒരു ദിവസം ഇവിടെ എത്ര മെഡിസിൻ കഴിക്കുമായിരുന്നു? 21 ടാബ്ലറ്റ് ഈ കുഞ്ഞ് ഒരു ദിവസം കഴിക്കുമായിരുന്നു. നിവൃത്തി പോലും ഇല്ലാതായി. ഈ പിതാവ് പറയുന്നത് ആ മെഡിസിൻ വാങ്ങാൻ പോലുമുള്ള നിവൃത്തി ഇല്ലായിരുന്നു കടഭാരത്തിൽ നിന്നും. അങ്ങനെയാണ് ഈ ആലയത്തിൽ വരികയും ഈ കുഞ്ഞ് സൗഖ്യമാകുകയും ഈ മാതാവ് ഷുഗർ രോഗം സൗഖ്യമാകുകയും ചെയ്തു. ആ 6-ാമത്തെ ആഴ്ച ഈ പിതാവ് നമ്മുടെ മധ്യത്തിൽ സാക്ഷ്യം പറയുമ്പോൾ അന്ന് ദൈവാത്മാവ് ഈ പിതാവിനോട്, ബിനുബ്രദറിനോട് ഒരു ദൂത് പറഞ്ഞു. മസ്കറ്റുമായി ബന്ധപ്പെട്ട്, നീ കണ്ണുനീരോടെ വന്ന മസ്കറ്റ് എന്ന് പറഞ്ഞ രാജ്യവുമായി ബന്ധപ്പെട്ട് ദൈവം നിന്നെ മടക്കി അയക്കാൻ പോകുന്നു. ബ്രദർ എവിടെ നിന്നാ വന്നേന്ന് ചോദിച്ചു. അന്നേരം മസ്കറ്റ് ഇല്ലേ? അത് ഞാൻ പോലും അറിഞ്ഞ കാര്യമല്ല. ക്ലാസ് സെന്ററിൽ പറഞ്ഞു മസ്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഓന്ന് പറഞ്ഞു. നമ്മളന്ന് മുമ്പ് പറഞ്ഞിട്ടും ഇല്ല, എടുത്തിട്ടും ഇല്ല. പക്ഷെ ക്ലാസ് എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പിതാവ് പറയുന്നത് കാര്യമാണ് പറഞ്ഞത്. മസ്കറ്റുമായി ബന്ധപ്പെട്ട ആലോചന പറഞ്ഞു. മസ്കറ്റിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ വീണ്ടും മടക്കി അയക്കാൻ പോകുന്നു, ധൈര്യമായിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു. അന്നേരം ഈ കുടുംബത്തിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം മസ്കറ്റിൽ നിന്ന് താൻ മടങ്ങി വന്നു. പിന്നീട് അങ്ങോട്ട് പോകുന്ന കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. തിരിച്ചു പോകണമെങ്കിൽ അതിനുള്ള സമ്പത്തില്ല, അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവസഭ പ്രാർത്ഥിച്ചു മസ്കറ്റിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ അയക്കുന്നു എന്ന് ആലോചന പറഞ്ഞു. 8-ാം മാസത്തിൽ ആലോചന പറഞ്ഞു. അതിനുശേഷം എപ്പോഴാ ഈ മസ്കറ്റിൽ നിന്ന് കോള് വന്നേ? കോള് ക്ലാസ് പറഞ്ഞതിന് ശേഷം തൊട്ട് വന്നോണ്ടിരിക്കും. എനിക്ക് ഇവരെ കളഞ്ഞിട്ട് പോകാനൊരു ബുദ്ധിമുട്ട്. അതെ, ഈ പിതാവ് പറയുന്നത് മസ്കറ്റ് ആലോചന എപ്പോ ദൈവാത്മാവ് പറഞ്ഞോ അതിനടുത്ത ദിവസം തന്നെ താൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത മസ്കറ്റിൽ നിന്നും ആ കമ്പനിയിൽ നിന്നും തന്നെ തിരിച്ചു വിളിച്ചു. താൻ പോകണമെന്നുണ്ട്, പക്ഷെ കുഞ്ഞു സൗഖ്യമായെങ്കിലും ഇവരെ വിട്ടു പോകാനൊരു മടി കൊണ്ട് ഡിലേ ആക്കി വന്നു. എന്നാൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഈ പിതാവിനോട് ദൈവാത്മാവ് ആലോചന, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവാത്മാവ് നിന്നെ മസ്കറ്റിലേക്ക് അയക്കാൻ പോകുന്നു എന്ന് ആലോചന പറഞ്ഞു. ആ ആലോചന പറഞ്ഞതിന് നെക്സ്റ്റ് ഡേ തന്നെ കമ്പനി ഈ ബിനുബ്രദറിനെ കോണ്ടാക്ട് ചെയ്തു. തനിക്ക് പോകാനുള്ള വിസ, ടിക്കറ്റ് ഇവയെല്ലാം തനിക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മെഡിക്കലിന്റെ ആരാ പൈസ ഇട്ട്? നമ്മളാണോ അതോ അവരാണോ? ദൈവാത്മാവ് പറയുന്ന ദൈവശബ്ദങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്നുള്ള മെഡിക്കൽ എല്ലാം കമ്പനി തന്നെ എടുത്തത്. അവിടെ ചെന്ന് അടിക്കുന്നതും കമ്പനി തന്നെ. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഒരിക്കലും നമ്മളോട് പറയുന്ന ദൈവശബ്ദങ്ങൾ വ്യാജമല്ല. ദൈവം പറയുന്നത് അത് നിവർത്തിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ഈ ബിനുബ്രദറിനോട് ആത്മാവ് ദൂത് പറഞ്ഞു, ആ കമ്പനി തന്നെ നിനക്ക് കൊണ്ടുപോകാനുള്ള സകല ചെലവുകളും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ബിനുബ്രദർ പറഞ്ഞു ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തനിക്ക് മെഡിക്കൽ ആയിരുന്നു. മെഡിക്കലിന് പോകാനുള്ള സാമ്പത്തികം, മെഡിക്കലിന് ചെന്നു. 10 പേര് മെഡിക്കലിന് ചെന്നു. അതിനകത്ത് 6 പേര് റിജക്റ്റ് ആയി. എന്നാൽ ചില ക്രമീകരണങ്ങൾ കൊണ്ട് ആരംഭത്തിൽ എനിക്ക് മെഡിക്കലിന് ഒരു ചെറിയ അഭാവം ഉണ്ടായി. പക്ഷെ ഈ സഹോദരി പറഞ്ഞു വിട്ടു, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നുള്ള വചനം നിങ്ങൾ എപ്പോഴും ധ്യാനിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആ വചനം പറഞ്ഞിട്ട് വീണ്ടും താൻ മെഡിക്കലിന് കയറി. എന്താണോ സാഹചര്യം പറഞ്ഞത് ആ മെഡിക്കൽ ഓക്കെ ആയി. ശേഷം തനിക്ക് വിസ വന്നു. കമ്പനി ടിക്കറ്റ് എടുത്തു കൊടുത്തു. അത് ആ സാക്ഷ്യത്തിന്റെ പകർപ്പ് ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം. ഇന്ന് ഈ പ്രിയ കുടുംബം നിൽക്കുന്നത് താൻ വർക്ക് ചെയ്ത മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലെ വർക്ക് ചെയ്ത സെയിം കമ്പനിയിലേക്ക് 1 രൂപ കൊടുക്കാതെ മെഡിക്കൽ എടുക്കാൻ ദൈവത്തിന്റെ ക്രമീകരണം ഭയങ്കരമാണ്. മെഡിക്കൽ എടുക്കാൻ പൈസയില്ല, ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല. നിങ്ങൾക്കറിയാമോ, മെഡിക്കൽ എടുക്കാൻ പൈസ, ടിക്കറ്റിന്റെ പൈസ എടുത്തു കൊടുത്തു. കർത്താവ് അനുവദിച്ചാൽ എന്ന പോലെ 27-ാം തീയതി ആ രാജ്യത്തേക്ക് വീണ്ടും സന്തോഷത്തോടെ മടങ്ങി പോകുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം. ഇത് ആ രാജ്യത്തിന്റെ ചെല്ലാനുള്ള വിസയം. സഹോദരങ്ങളെ, ഇന്ന് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുമായി നിൽക്കുന്നത് ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ്. തകർന്ന് മരിക്കാൻ പ്ലാൻ ചെയ്തെടുത്ത് കർത്താവായ യേശു ഇവരുടെ മുമ്പിൽ ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന് ഇവരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു.
ഇന്ന് ഈ മാതാപിതാക്കൾ ഈ സന്തോഷത്തോടെ അവർ ഈ സാക്ഷ്യം പറയാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ദൈവാത്മാവ് ഇവരോട് പറഞ്ഞ ആ വാഗ്ദത്തങ്ങളൊന്നും ഇതുവരെ ഈ പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഇവരുടെ മുമ്പിൽ അതുപോലെ തന്നെ നിവർത്തീകരിച്ചു. ഇന്ന് ഇതുപോലെ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയമായി പറഞ്ഞോട്ടെ, ഈ ബിനു ബ്രദറിനെ തൊട്ട ദൈവത്തിന്റെ കരം, അശ്വതി തൊട്ട ദൈവത്തിന്റെ കരം, ശാലിനി സിസ്റ്ററെ തൊട്ട ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടും. യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ എന്താ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായത്? സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് ഇതേപോലെ ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്നലെയും പോയി ഒരാളെ പ്രാർത്ഥിച്ചു പോയപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും നല്ലോണം അറിയത്തില്ല, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. അതെ, ഈ സഹോദരി പറയുന്ന ഇതാ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച യേശുവിന് തീർച്ചയായിട്ടും അതേ ശാരീരിക രോഗത്താൽ അല്ലെങ്കിൽ കഷ്ടതയിലായിരിക്കുന്നവരോട് യേശുവിനെ പറ്റി പറയുന്നു എന്നാ പറഞ്ഞത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും തനിക്ക് അറിയാവുന്ന തരത്തിൽ താൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവര് സമൂഹത്തിന് മുമ്പിൽ, ദൈവസഭയുടെ മുമ്പിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായി നിൽക്കുന്നു. ഇതിനുപുറത്ത് എന്തോ പറയാനുള്ളത്? എനിക്ക് എതിനകത്ത് എന്തോ പറയണമെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇന്നലെ സന്തോഷത്തിന്റെ അങ്ങ് അറ്റത്ത ഇതായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഇങ്ങനെ പോകാൻ പറ്റുമെന്നോ ഇവിടെ അസുഖം മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അസുഖം എന്ന് പറഞ്ഞാൽ അവസാനമായപ്പോഴത്തേക്ക് അങ്ങ് ഒരുപാട് മാനസികമായിട്ട് നമ്മൾ തന്നെ തകർന്നു പോയി. ഇത് കണക്ക് നിൽക്കുന്ന നിപ്പിൽ മൂടിടിച്ച് വീണ് തല ചെന്ന് അടിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ പൊങ്ങി വന്ന് ഒന്നുകൂടെ അടിക്കും. അത് കണ്ടപ്പോഴത്തേക്ക് എന്നെ തകർന്നു പോയി. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയായി. അത് നമ്മൾ ആർക്കും മനസ്സിലാവും. കണ്ട ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ദേശത്തുള്ളവരെന്തോ ഈ കുഞ്ഞിനെ കാണുമ്പോ പറയുന്നു, അത്ഭുതത്തോടെ നോക്കുന്നു. അവള് ഏറ്റവും വലിയ സാക്ഷ്യത്തോടെ ആ ദേശക്കാർക്ക് പോലും അത്ഭുതം, ദൈവം ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം ഈ കുടുംബങ്ങളോട് ചോദിക്കുന്നു. അവളുടെ നഷ്ടപ്പെട്ടു പോയ 9 വർഷത്തെ വിദ്യാഭ്യാസം, ഇന്ന് ഈ കുഞ്ഞ് +1 എക്സാം എഴുതാൻ +2 ഓക്കെ, ഇന്ന് ഈ കുഞ്ഞ് +1ഉം +2 ഒരുമിച്ച് എഴുതുവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. 9 വർഷം അവളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. എന്നാൽ യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ അവളുടെ വിദ്യാഭ്യാസം മടക്കി ലഭിച്ചു. അവളുടെ ഇപ്പോൾ എങ്ങനെയാണോ ഒരു മോള്, ഒരു 17 വയസ്സുള്ള കുഞ്ഞ് എന്താണോ അവൾ ചെയ്യേണ്ടുന്നത് അത് തന്നെ ഇപ്പോഴും ഈ മകള് ചെയ്യുന്നു. ഡോക്ടേഴ്സ് എന്ത് ഇവളെ പറ്റി പറഞ്ഞിട്ടുള്ളേ? സർജറി ചെയ്യണോന്ന് പറഞ്ഞു. ഈ കുഞ്ഞിന്റെ തല സർജറി ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കുക, 9 വർഷം 21 ടാബ്ലറ്റുകൾ കഴിക്കുന്ന കുഞ്ഞായിരുന്നു. SITU, മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര, ഈ ഹോസ്പിറ്റലെല്ലാം ചികിത്സിച്ചിട്ടും ഇവർക്ക് രോഗം കണ്ടെത്താനോ ആ രോഗത്തിന് ചികിത്സ കൊടുക്കാനോ അവർക്ക് സാധിച്ചില്ല. അവസാനം തല സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുള്ള മെഡിസിൻ വാങ്ങാനോ സർജറിക്ക് പോകാനോ ഉള്ള ക്രമീകരണമില്ല. ആ സമയത്ത് ഇവർ ഒരുമിച്ച് ഈ ഭൂമിയിൽ നിന്നും മരിക്കണമെന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യരൂപത്തിൽ കർത്താവിന്റെ സുവിശേഷം ഇവരെത്തുന്നത്. ഇന്ന് ആ സുവിശേഷത്തെ അവർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. ഇവരനുഭവിച്ച അതേ ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ ചലനം മറ്റനേകരുടെ മുമ്പിൽ സാക്ഷ്യത്തോടെ ഇവരായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സാക്ഷ്യം കാണുമ്പോൾ ഈ പ്രിയ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ അനേകരിലേക്ക് എത്തിക്കുക. കർത്താവ് ജീവിക്കുന്നു. അവൻ ഒരിക്കലും മതത്തിന്റെ ദൈവമല്ല. ഇവൻ ആമേൻ വചനം പറയുന്ന പോലെ അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഇരുളിനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വെളിച്ചമായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു. ശാലോം.